നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ FC ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 മൊണോക്കോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ സീസണിൽ ജോയൻ കാമ്പർ ട്രോഫിയിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയ ക്ലബ്ബാണ് മൊണോക്കോ. അതുകൊണ്ട് തന്നെ ആ ഒരു തോൽവിക്ക് പ്രതികാരം വീട്ടുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇന്ന് FC ബാഴ്സലോണ ഇറങ്ങുന്നത്. തകർപ്പൻ പ്രകടനമാണ് അവരുടെ യുവ പ്രതിഭയായ ലാമിൻ യമാൽ അവർക്ക് വേണ്ടി പുറത്തെടുക്കുന്നത്. 3 ഗോളുകളും 4 അസിസ്റ്റുകളും ഇതിനോടകം തന്നെ ലാലിഗയിൽ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മൊണാക്കോക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുക ലാമിൻ യമാൽ തന്നെയായിരിക്കും. എന്നാൽ യമാൽ മാത്രമല്ല അവിടെയുള്ളത് എന്ന മുന്നറിയിപ്പ് തൻ്റെ താരങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് മൊണോക്കോയുടെ പരിശീലകനായ അഡി ഹട്ടർ. ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ഹട്ടർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സലോണയെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ അവരെ തടഞ്ഞു നിർത്തണം. നന്നായി ധൈര്യം കാണിക്കേണ്ടതുണ്ട്. എല്ലാം സമർപ്പിച്ച് കളിക്കേണ്ടതുണ്ട്. ലാമിൻ യമാലിനെ മാത്രമല്ല ഞങ്ങൾക്ക് തടയേണ്ടത്. ലെവൻഡോസ്കി, റാഫീഞ്ഞ, ടോറസ് എന്നിവരൊക്കെ മികച്ച താരങ്ങളാണ്. യമാലിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തെ മാത്രമായി ശ്രദ്ധിക്കില്ല, മറിച്ച് എല്ലാ താരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകി അവരെയെല്ലാം തടയുക എന്നുള്ളതാണ് ഞങ്ങളുടെ പദ്ധതികൾ. ഇതാണ് മൊണോക്കോയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ജോയൻ കാമ്പർ ട്രോഫിയിൽ മൊണോക്കോയോട് പരാജയപ്പെട്ടതിന് ശേഷം 5 ലാലിഗ മത്സരങ്ങളാണ് FC ബാഴ്സലോണ കളിച്ചിട്ടുള്ളത്. ആ 5 മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 17 ഗോളുകൾ അവർ നേടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും മികച്ച ഫോമിൽ കളിക്കുന്ന ബാഴ്സയെ മറികടക്കുക എന്നത് ഈ ഫ്രഞ്ച് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.